നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മാരുതിയുടെ വാഹനങ്ങളിൽ ഒരു MCP എന്ന് പറയുന്നൊരു പാക്കേജും കൂടി ഇൻക്ലൂഡഡ് ആണ്. എന്താണ് ശരിക്കും MCP എന്ന് പറയുന്നൊരു പാക്കേജ്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അടിച്ചേൽപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ചോദ്യം ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാം. ചോദിച്ചിരിക്കുന്ന അനി ടു കേരള എന്നുള്ളൊരു പേരിലാണ്. ചോദ്യം ഇങ്ങനെയാണ്: പുതിയ വാഗണാർ ഡെലിവറി എടുത്തു കഴിഞ്ഞ ശേഷം ഇൻവോയ്സ് ചെക്ക് ചെയ്തപ്പോഴാണ് MCP മെയിൻ്റെനൻസ് കോസ്റ്റ് പ്രൊട്ടക്ഷൻ ആയി 8,900 രൂപ 8,900 റുപ്പീസ് കാണിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 വർഷത്തേക്ക് സർവീസ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ ആദ്യ വർഷം ഫ്രീ സർവീസ് കിട്ടും എന്ന് പറയുന്നത് വെറുതെയാണോ? നമ്മുടെ കയ്യിൽ നിന്നും മുൻകൂറായി പണം ഈടാക്കിയിട്ടാണ് ഇവർ ഫ്രീ സർവീസ് തരുന്നത്. MCP എടുക്കുന്നത് കൊണ്ട് അത്യാവശ്യമാണോ? ഒന്ന് വിശദീകരിക്കാമോ? ഷുവറായിട്ടും. ഏതായാലും ഇതിനകത്ത് ആദ്യത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വാഹനം ഫ്രീ സർവീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു വാഹനം എടുത്ത് 1 വർഷം വരെ ഫ്രീ സർവീസാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫ്രീ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടുന്ന് പറഞ്ഞു തരേണ്ട കാര്യമാണ്. ഇനി എന്തുകൊണ്ട് പറഞ്ഞു തന്നെന്ന് അറിയത്തില്ല, ഏത് ഷോറൂമിൽ നിന്ന് എടുത്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല, പോട്ടെ, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് 1 വർഷത്തേക്കെന്ന് പറയുക, അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ, അതിൽ കിലോമീറ്ററും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന സർവീസ് എല്ലാം ഫ്രീ തന്നെയല്ല. ആദ്യത്തെ സർവീസ്, അതായത് ഫസ്റ്റ് സർവീസ് നമുക്ക് ഫ്രീ ആണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടയർ പ്രഷർ ചെക്ക് ചെയ്യും, ടോർക്ക് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇതും, ഓയിൽസ്, കൂളൻസ്, ബ്രേക്ക് ഫ്ലൂയിഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഇനി സെക്കൻഡ് സർവീസിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ടയർ റൊട്ടേഷൻ, വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അലൈൻമെൻറ്റ് ബാലൻസിങ് ഒന്നും നമ്മുടെ ഫ്രീ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതിന് നമുക്ക് പേയ്മെൻറ്റ് വരുന്നതാണ്. ഇപ്പോൾ MCP ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതിനകത്ത് കവർ ചെയ്ത് പൊക്കോളും. ഇനി തേർഡ് സർവീസ് വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അലൈൻമെൻറ്റ് ബാലൻസിങ്, ടയർ റൊട്ടേഷൻ പ്ലസ് ഓയിൽ ഫിൽറ്ററും AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ ആയില്ലെങ്കിൽ പോലും 6 മാസം കൂടുന്തോറാണ് സർവീസ് വരുന്നത്. 6 മാസം കൂടുന്തോറും കൃത്യമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോക്കണം. അതായത് തേർഡ് സർവീസ് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വരും. MCP ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഓയിലും ഫിൽറ്ററിൻ്റെ പേയ്മെൻറ്റ് അടച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 15,000 ജസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പ് മാത്രം ചെയ്ത് വിട്ടാൽ മതി. ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ചെയ്യുന്നത് നല്ലതായിരിക്കും. വിത്ത് അലൈൻമെൻറ്റ് ബാലൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് ബാലൻസ് ഏകദേശം ഒരു 5,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതിക്ക് നോക്കി വിടുന്ന അത്യാവശ്യമാണ്. ഇനി അതിനുശേഷം 20,000 സർവീസ്, 20,000 or 2 years വരെ നമുക്ക് ഈ പറഞ്ഞൊരു MCP പാക്കേജ് കവർ ചെയ്യുന്നതായിരിക്കും. ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഒരുവിധം ബെനിഫിറ്റ് ആണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ.